ആ അനാഥ പെണ്ണിനെ എടുത്ത് തലയിലേക്ക് വയ്ക്കാൻ നിനക്കെന്താ ഭ്രാന്താണോ വെച്ചു? നിശ്ചയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെ ജീവിതം അവൾക്ക് വേണ്ടി കളയാനുള്ളതല്ല. രുക്മിണി അപ്പയുടെ ഉച്ചത്തിലുള്ള ശബ്ദം ഇപ്പോഴും ഹാളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. കാൽമുട്ടിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തി അനങ്ങാതെയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ നുണക്കുഴി വിരിയുന്ന കവിളുകൾ അണച്ചു. എന്നെ കാണുമ്പോൾ നിന്റെ കവിളിൽ വിട്ടിരുന്ന ആ നുണക്കുഴിയോട് എനിക്ക് നിന്നോട് വല്ലാത്തൊരിഷ്ടം തോന്നും. വിച്ചുവിൻ്റെ ശബ്ദം ഒരിക്കൽ കൂടി ഉള്ളിലേക്ക് തികട്ടി വരുന്നു. വീണ്ടും വീണ്ടും ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പച്ചി, എന്തു പറഞ്ഞാലും അവളെ മതി എനിക്ക്. അങ്ങോട്ട് ചെന്ന് ഇഷ്ടം പറഞ്ഞതും നാലാളുടെ മുൻപിൽ വിവാഹമോതിരം അണിയിച്ചതും ഞാനാ. വിച്ചേട്ടൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമാണോ വിച്ചു? അവളുടെ മുഖം നീ കണ്ടില്ലേ? നിനക്ക് ഇഷ്ടം തോന്നിയതുപോലെയാണോ ഇപ്പോൾ അവൾ? ഇടതുവശം പകുതിയില്ല മുഖത്തിൻ്റെ. വീണ്ടും അപ്പച്ചിയുടെ ശബ്ദം കേട്ടു തുടങ്ങിയപ്പോൾ കാത് രണ്ടും കൂട്ടിപ്പിടിച്ചിരുന്നു. കൂടുതൽ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആദ്യമായി പിച്ചേട്ടനെ കണ്ട ദിവസത്തിലേക്ക് പോയി മനസ്സ്. എന്നും പുസ്തകങ്ങളോടായിരുന്നു പ്രിയം. ഒഴിവ് സമയങ്ങളിലെല്ലാം തന്നെ ലൈബ്രറിയിലേക്ക് ഓടും. അങ്ങനെ ഒരിക്കലാണ് പതിവായി തന്നെ തേടി വരുന്ന ആ കണ്ണുകൾ കാണുന്നത്. ആദ്യം പേടിയായിരുന്നു തോന്നിയത്. എവിടെ നോക്കിയാലും അയാൾ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഒറ്റയ്ക്ക് ലൈബ്രറിയിൽ പോലും പോകാതെയായി. എന്നിട്ടും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംസാരിക്കാൻ വന്നിരുന്നില്ല. വെറുതെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് എന്തൊക്കെയോ പാട്ടുമൂളും. വീട്ടിലേക്ക് നടക്കുന്ന ഇടവഴിയിൽ പോലും അയാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആദ്യം പേടികൊണ്ട് കൈയും കാലും വിറയ്ക്കുമായിരുന്നു. അയാളെ മറികടന്ന് വേഗത്തിൽ നടന്നു പോകും. പതിയെ പതിയെ അതൊരു ശീലമായി. കോളേജിൽ നിന്നും ഇറങ്ങി വീട്ടിൽ വരും വരെ കൂടെ കാണും. നേരം എത്ര ഇരട്ടിയാലും. ഇടിച്ചുകൂട്ടി മഴ പെയ്താലും ആ കണ്ണുകൾ സംരക്ഷണവുമായി തൻ്റെ പിന്നാലെ കാണും. എപ്പോഴായിരുന്നു അയാളോട് ഇഷ്ടം തോന്നിയത്? അന്നൊരു ദിവസം നേരം വൈകി ബസിന്റെ പിൻവാതിലിൽ കൂടി കയറി നിൽക്കേണ്ടി വന്നപ്പോൾ, തൊട്ടു പിന്നാലെ വന്ന് തനിക്കായി സംരക്ഷണത്തിന്റെ മതിൽ തീർത്തപ്പോഴായിരുന്നു? അതോ തനിക്കേറെ പ്രിയപ്പെട്ട ബുക്കുകളെല്ലാം തേടിപ്പിടിച്ച് വാങ്ങി തന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴായിരുന്നു? വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ അച്ഛന് 100 വട്ടം സമ്മതമായിരുന്നു. ഇതുവരെ ഉള്ളതിൽ നിന്നും ജീവിതം മാറി തുടങ്ങുകയായിരുന്നു. അച്ഛനും ഞാനും മാത്രമുള്ള ജീവിതത്തിലേക്ക് പുതിയ സ്വപ്നങ്ങൾ കൂടി കടന്നു വന്നു. സ്നേഹം കൊണ്ട് പലപ്പോഴും വീർപ്പ് മുട്ടിക്കുന്ന ആളുടെ വീട്ടുകാരെ കാണുമ്പോൾ എൻ്റെ കുട്ടിയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് അച്ഛൻ കണ്ണുകൾ തുടയ്ക്കും. അപ്പോഴൊക്കെ തോന്നും താനൊരു ഭാഗ്യവതിയാണെന്ന്. എന്നേക്കാൾ സന്തോഷം അച്ഛനായിരുന്നു എന്ന് തോന്നും. മകനായി തന്നെ മാറിയിരുന്നു വിച്ചേട്ടൻ. നാട് മുഴുവൻ വിളിച്ചായിരുന്നു നിശ്ചയം നടത്തിയത്. വിറയ്ക്കുന്ന കൈവിരലുകളെ കരുതലോടെ പിടിച്ച് അവൻ മോതിരം അണിയിച്ചപ്പോൾ അവനിലേക്ക് വീണ്ടും അടുക്കുകയായിരുന്നു. ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം. പക്ഷേ ഒരു നിമിഷം മതിയായിരുന്നു എല്ലാം തകിടം മറിയാൻ. ഓടിച്ച സ്കൂട്ടി ഒന്ന് ബാലൻസ് തെറ്റിയപ്പോൾ പകരം കൊടുക്കേണ്ടി വന്നത് ജീവിതം തന്നെയായിരുന്നു. ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല അനാഥയായി മാറാൻ. ദിവസങ്ങളോളം ബോധം നഷ്ടപ്പെട്ടുള്ള കിടപ്പിൽ ഒറ്റയ്ക്കായതുപോലും അറിഞ്ഞില്ല. കണ്ണു തുറന്നപ്പോൾ ദേഹമാകെ നോവുന്നുണ്ടായിരുന്നു. ആദ്യം കണ്ടത് അവൻ്റെ കണ്ണുകളായിരുന്നു. വേദനയോ സന്തോഷമോ, അങ്ങനെ 100,000 ഭാവങ്ങൾ ഒളിപ്പിച്ച കണ്ണുകൾ. പുഞ്ചിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആ കണ്ണുകളിൽ വിഷാദഭാവം കലർന്നിരുന്നു. പരിഭ്രാന്തിയോടെ അച്ഛനെ ചുറ്റും നോക്കി. അച്ഛനെവിടെ എന്ന് പേടിയോടെ ചോദിക്കുമ്പോഴേക്കും ആ കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു. കഴുത്തിൽ വീണ അവൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. അലറി വിളിച്ച് കരഞ്ഞപ്പോഴും ഭ്രാന്തിയെപ്പോലെ പെരുമാറിയപ്പോഴുമെല്ലാം ആ കൈകൾ വിടാതെ ചേർത്ത് നിർത്തിയിരുന്നു. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കാണ് എന്ന ചിന്ത മനസ്സിനെ വല്ലാതെ പിടിച്ചൊളിച്ചു കഴിഞ്ഞിരുന്നു. എത്രയൊക്കെ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചിട്ടും തോറ്റുപോയിരുന്നു. അവനായിരുന്നു ഒരു നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നത്. നിരാശയിലേക്ക് തള്ളിവിടാതെ കളിതമാശകൾ പറഞ്ഞ് കൂട്ടിരുന്നവൻ. ഇന്നിപ്പോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അവൻ തന്നെ ആയിരുന്നു കൂട്ട്. രാത്രിയാകും വരെ കൂടെ തന്നെ ഉണ്ടാകും. പോകുമ്പോൾ മാത്രം അടുത്ത വീട്ടിൽ കൊണ്ടുവച്ച് നാക്കും. രാവിലെ മറ്റാരേക്കാളും മുൻപേ വരികയും ചെയ്യും. 2ഓ 3ഓ തവണ അമ്മയും ബാക്കിയുള്ളവരും വന്നിരുന്നു. ദിവസവും വിളിക്കാറുണ്ടോ എങ്കിലും പഴയ കളിതമാശകളൊന്നും കടന്നു വന്നിരുന്നില്ല. അമ്മ പറയുന്നത് വെറുതെ കേട്ടു നിൽക്കും. മറുപടി പലപ്പോഴും ഒറ്റ വാക്കുകളിൽ ഒതുങ്ങും. ഡിപ്രഷൻ വരാതെ നോക്കണമെന്നുള്ള സൈക്കോളജിസ്റ്റിന്റെ വാക്കുകൾ അവനെ നന്നായി ഭയപ്പെടുത്തിയെന്ന് മനസ്സിലായിരുന്നു. പതിവിന് വിപരീതമായി ഇന്ന് ആദ്യം കണ്ടത് അവൻ്റെ ചേച്ചിയെയും അപ്പച്ചിയുമായിരുന്നു. 2 ആളുടെയും മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ പറയാൻ പോകുന്ന കാര്യം മനസ്സിലായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പൊയ്ക്കോളാമെന്ന് വാക്ക് കൊടുക്കുന്നതിനിടയിലായിരുന്നു അവൻ വന്നത്. അവിശ്വസനീയതയോടെ ആ കണ്ണുകൾ തന്നെ ചൂഴ്ന്നു നോക്കുന്നുണ്ടായിരുന്നു. ഇനിയും അവനെ നോക്കിയാൽ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മനസ്സിന് കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വേഗം മുറിയിലേക്ക് നടന്നു. വിച്ചു അകത്തേക്ക് വരുന്നത് കണ്ട് അവൾ വീണ്ടും ഒന്നുകൂടി ചുരുണ്ടുകൂടിയിരുന്നു. അവൻ അടുത്ത് വന്നിരുന്നത് അറിഞ്ഞിട്ടും മുഖമുയർത്തി നോക്കിയില്ല.
കരഞ്ഞു തീർന്നോ? അതോ ഇനിയും ത്യാഗങ്ങൾ ചെയ്യാനുണ്ടോ? ഇത്തവണ നല്ല നീരസം കലർന്നിരുന്നു ആ ശബ്ദത്തിൽ. ഒന്നും പറഞ്ഞില്ല. അവൻ്റെ പിണക്കം നന്നായി മനസ്സിലാക്കിയിട്ടും പരിഹരിക്കാൻ തോന്നിയില്ല. അപ്പച്ചി പറഞ്ഞു തന്നെയാണ് ശരി. വിച്ചേട്ടൻ പൊയ്ക്കോ. ഒരു നേർത്ത സ്വരം മാത്രം അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഈ പറഞ്ഞത് എൻ്റെ മുഖത്ത് നോക്കി ഒന്നുകൂടി പറയണം നീ. ദേഷ്യത്തിൽ അത് പറഞ്ഞിട്ടും അവനെ നോക്കാതെ മുഖം പൂഴ്ത്തി കരയുന്ന അവളുടെ മുഖം ബലമായി തന്നെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. എന്നെ നോക്കച്ചു. അങ്ങനെ ഉപേക്ഷിച്ചു പോകാമെന്ന് എന്തെങ്കിലും മോഹം മോൾക്കുണ്ടെങ്കിൽ അതിപ്പോൾ കളഞ്ഞേക്കണം. നാളെ തന്നെ നമ്മുടെ കല്യാണം നടക്കും. അവനിൽ നിന്നും പിടഞ്ഞു മാറി ദൂരത്തേക്കിരുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. രണ്ട് സൈഡിലേക്കും തല വെട്ടിച്ച് വാശിയോടെ പറഞ്ഞു. പെട്ടെന്നായിരുന്നു രണ്ട് കൈകളിലും കോരിയെടുത്തത്. എത്ര പിടഞ്ഞിട്ടും നിലയ്ക്ക് നിർത്തിയില്ല. നേരെ അടുത്ത മുറിയിലുള്ള വലിയ കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. അവൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താ എന്ന് മനസ്സിലാക്കിയെന്ന പോലെ മുഖം താഴ്ത്തി നിന്നു. നിന്നെ നോക്കച്ചു. ഇതിപ്പോൾ 100ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. പിന്നിലൂടെ ചേർത്ത് പിടിച്ച് തോളിൽ മുഖം അമർത്തി വിജു പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഇടത് കവിളിലെ മുറിപ്പാടാണ്. സ്റ്റിച്ച് ചെയ്തതിൻ്റെയും തൊലി അടർന്നു പോയതിൻ്റെയും മുറിപ്പാട്. അതേ വേഗത്തിൽ കണ്ണുകൾ താഴ്ത്തി. ഇതിൻ്റെ പേരിലാണ് നീ എന്നെ വേണ്ട എന്ന് പറയുന്നത് എങ്കിൽ ഞാനും എൻ്റെ മുഖം ഇങ്ങനെയാക്കാം. ഗൗരവത്തോടെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് ഭയത്തോടെ ഞെട്ടി നോക്കി. കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ എൻ്റെ ചേച്ചിയും അപ്പച്ചിയും പറഞ്ഞത് കേട്ടിട്ടാണ് എങ്കിൽ അത് കാര്യമാക്കേണ്ട ആവശ്യമേ ഇല്ല. രണ്ടാൾക്കും എന്നോട് പണ്ടേ കാര്യമില്ലല്ലോ. സാദിയുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യം. അമ്മ ഇന്ന് രാവിലെയും കൂടി വഴക്ക് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കല്യാണം വൈകിക്കുന്നതിൽ. പറ്റുമെങ്കിൽ വൈകുന്നേരം തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നീ ഇപ്പം എൻ്റെ വീട്ടിലിരുന്നേനെ. മീശ വിരിച്ച് പറയുന്ന അതിനെ നോക്കി മിഴിച്ചു നിന്നു. നിന്നോട് അവസാനമായിട്ട് പറയുക, ഈ വിശാൽ കൃഷ്ണൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അർച്ചനാദേവൻ മാത്രമായിരിക്കും. പറ്റില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി ഇപ്പം സന്യസിക്കാൻ പോവാം. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലായി. പക്ഷേ വിച്ചേട്ടന് ഇഷ്ടമായ നുണക്കുഴി ഇപ്പോൾ എനിക്കില്ലല്ലോ. കണ്ണു നിറച്ച് പരിഭവത്തോടെ പറയുന്ന അവളെ നോക്കി വിച്ചു തലയ്ക്ക് കൈകൊടുത്തു. ആദ്യം ഞാൻ അപ്പോഴത്തൊരു ഇതിന് പറഞ്ഞു എന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമാകാത്തത് അതായിരുന്നു. എന്തായാലും മുഖത്തിന് ഇത്തിരി വൃത്തി വന്നിട്ടുണ്ട്. അത് പോയപ്പോഴേക്കും. കുസൃതി നിറഞ്ഞ ചിരിയോടെ പറയുന്ന അതിനെ കണ്ണു കുറിച്ച് നോക്കിയവർ. അവളുടെ പിണക്കം കണ്ട് അവന് അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ കൈയെടുത്ത് പതിയെ അവളുടെ ഇടത് നെഞ്ചിന് മുകളിലായി വച്ചു കൊടുത്തു. വേഗത്തിൽ മിടിക്കുന്ന ഹൃദയമെടുപ്പ് കേട്ട് അത്ഭുതം കലർന്ന മിഴികളോടെ അവനെ നോക്കി. എന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം മിടിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ താളമാണ് എനിക്ക് ഏറെ ഇഷ്ടം. എൻ്റെ ഹൃദയത്തിൻ്റെ അതേ വേഗതയിൽ മിടിച്ച് നീ പോലും പറയാത്ത 1000 കഥകൾ എന്നോട് പറയുന്ന താളം. ഇനിയും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നീ ഇനി എങ്ങനെയൊക്കെ മാറിയാലും അതെനിക്ക് വേണ്ടി മാത്രമാകും മിടിക്കുന്നത്. ആ ഒരു ഉറപ്പ് പോരെ പെണ്ണേ. പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും ചെറുതായി നനഞ്ഞിരുന്നു. പതിയെ അവൻ്റെ നെഞ്ചിൽ തല ചായച്ചു നിൽക്കുമ്പോൾ ആ കൈകൾ എന്നെയും വരിഞ്ഞു മുറുക്കി. ഇനിയും ഒരു തിരിച്ചുപോക്ക് അവനിൽ നിന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിലും ആത്മാവിൻ്റെ ഭാഗമായവനെ പിരിഞ്ഞ് ദേഹിക്ക് എന്താണ് നിലനിൽപ്പ്? എന്നിൽ വീണ്ടും പ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ വിടർന്നിരുന്നു. പ്രണയത്തിൻ്റെ വർണ്ണം ചാലിച്ച 7 അഴകുള്ള സ്വപ്നങ്ങൾ. ഇങ്ങനെ മനോഹരമായുള്ള പ്രണയ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.